ഹലോ ഓൾ, പീക്ക് ലേണിംഗ്സിൻ്റെ മറ്റൊരു SCRT ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഹരി. ഇന്ത്യൻ ജോഗ്രഫിയാണ് നമ്മൾ നോക്കുന്നത്. ഇന്ത്യൻ ജോഗ്രഫിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കായ ഭൂപ്രകൃതി വിഭാഗങ്ങൾ, ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് ഓഫ് ഇന്ത്യ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തീരദേശങ്ങളും ദ്വീപുകളെ പറ്റിയാണ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതായത് നമ്മുടെ കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് ഐലൻഡ്സ് എന്ന് പറയുന്ന ഇന്ത്യയുടെ അവസാനത്തെ അഞ്ചാമത്തെ ഫിസിയോഗ്രഫിക് ഡിവിഷനായ ഭൂപ്രകൃതി വിഭാഗമായ തീരസമതലങ്ങൾ അല്ലെങ്കിൽ ദ്വീപുകൾ, ഈ ഭൂവിഭാഗത്തിൻ്റെ പ്രത്യേകതകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഉത്തരപർവ്വത മേഖല തൊട്ട് ഇവിടെ ഇന്ത്യൻ ഡെസേർട്ട് വരെയുള്ള എല്ലാ ഭൂപ്രകൃതി വിഭാഗങ്ങളും മറ്റ് 4 ഭൂപ്രകൃതി വിഭാഗങ്ങളും കംപ്ലീറ്റ് ആക്കി പഠിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകൾ, ഇനിയുള്ള 2-3 ക്ലാസ്സുകളിൽ നമ്മൾ തീരസമതലങ്ങളും ദ്വീപുകളെ പറ്റി ചർച്ച ചെയ്ത് ഈ ഇന്ത്യൻ ഭൂപ്രകൃതി വിഭാഗങ്ങൾ അല്ലെങ്കിൽ ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തീരസമതലങ്ങൾ, ദ്വീപുകൾ എന്നീ ഭൂഭാഗങ്ങളെ പറ്റിയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ നമുക്കറിയാം, ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭൂപ്രകൃതി വിഭാഗമാണ് തീരസമതലങ്ങൾ എന്ന് പറയുന്നത്. തീരസമതലങ്ങളെ പറ്റിയാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. കോസ്റ്റൽ പ്ലെയിൻസിനെ പറ്റിയാണ് നമ്മൾ ആദ്യം നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ പച്ച നിറത്തിൽ കാണപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ചെന്നാലാണ് നമുക്ക് കടൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്, അല്ലെങ്കിൽ തീരപ്രദേശം കാണാൻ വേണ്ടി സാധിക്കുന്നത് ഈ പറയുന്ന പച്ച നിറത്തിൽ മാർക്ക് ചെയ്തിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ചെന്നാലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, ഇവിടെ പടിഞ്ഞാറ് ഗുജറാത്ത് മുതൽ ഇവിടെ കിഴക്ക് പശ്ചിമ ബംഗാൾ, വെസ്റ്റ് ബംഗാൾ വരെ വ്യാപിച്ച് കിടക്കുന്നതാണ് ഇന്ത്യയുടെ തീരസമതലങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ പടിഞ്ഞാറ് ഗുജറാത്ത് മുതൽ ഇങ്ങനെ ഇന്ത്യയുടെ തെക്ക് ഭാഗം കവർ ചെയ്ത് കിഴക്ക് പശ്ചിമ ബംഗാൾ വരെ വ്യാപിച്ച് കിടക്കുന്നതാണ് ഇന്ത്യയുടെ തീരസമതലങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഭൂപ്രകൃതിയുടെ സവിശേഷത അനുസരിച്ച് ഇന്ത്യയുടെ തീരസമതലങ്ങളെ നമ്മൾ 2ആയിട്ട് തിരിക്കും. ഒന്ന് പടിഞ്ഞാറൻ തീരസമതലങ്ങളും, ഇത്രയും ഭാഗത്തെ പടിഞ്ഞാറൻ തീരസമതലം എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അതേപോലെ തന്നെ ഈ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന, ഈസ്റ്റേൺ പാർട്ടിൽ സ്ഥിതി ചെയ്യുന്ന തീരസമതലത്തെ നമ്മൾ കിഴക്കൻ തീരസമതലം എന്നും തരം തിരിച്ചിട്ടുണ്ട്. നമ്മൾ വരുന്ന സ്ലൈഡുകളിൽ നമ്മളത് ചർച്ച ചെയ്യും. അപ്പോൾ മനസ്സിലാക്കുക, എൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ത്യയുടെ തീരസമതലത്തെ നമുക്ക് 2ആയിട്ട് തിരിക്കാം. ഒന്ന് പടിഞ്ഞാറൻ തീരസമതലം അല്ലെങ്കിൽ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ, മറ്റൊന്ന് കിഴക്കൻ തീരസമതലം അല്ലെങ്കിൽ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്നിങ്ങനെ 2ആയിട്ട് തരംതിരിക്കാം. അപ്പോൾ നമുക്കിവിടെ കാണുന്നത് പോലെ ഗുജറാത്തിലെ റാൺ ഓഫ് കച്ച് മുതൽ ഈ ഒരു ഭാഗത്തായിട്ട് ഗുജറാത്തിലെ റാൺ ഓഫ് കച്ച് വരും. അതേപോലെ തന്നെ പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ ഡെൽറ്റ റീജിയൻസ്, ഈ പറയുന്ന ഗുജറാത്തിലെ റാൺ ഓഫ് കച്ച് മുതൽ പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ ഡെൽറ്റാസ് വരെ വ്യാപിച്ച് കിടക്കുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഇന്ത്യയുടെ തീരസമതലങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക, എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ അല്ലെങ്കിൽ ഈ മാപ്പിൽ കാണുന്നത് പോലെ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ, ഓക്കെ എന്നിങ്ങനെ 9 സംസ്ഥാനങ്ങളിലായിട്ടാണ് നമ്മുടെ ഇന്ത്യയുടെ തീരദേശം വ്യാപിച്ച് കിടക്കുന്നത്. ഒന്നുകൂടെ പറയാം, 1 ഗുജറാത്ത്, 2 മഹാരാഷ്ട്ര, 3 ഗോവ, 4 കർണാടക, 5 കേരളം, 6 തമിഴ്നാട്, 7 ആന്ധ്രാപ്രദേശ്, 8 ഒഡീഷ, 9 വെസ്റ്റ് ബംഗാൾ എന്നിങ്ങനെ 9 പ്രധാനപ്പെട്ട 9 സംസ്ഥാനങ്ങളിലായിട്ടാണ് ഇന്ത്യയുടെ തീരസമതലം വ്യാപിച്ച് കിടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ചോദ്യം എന്താണ്? ഇന്ത്യയിൽ തീരദേശ അല്ലെങ്കിൽ ഇന്ത്യയിൽ തീരസമതലങ്ങൾ വ്യാപിച്ച് കിടക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിൽ തീരദേശങ്ങൾ കാണപ്പെടുന്നത് എത്ര സംസ്ഥാനങ്ങളിലാണ് എന്ന ചോദ്യമെങ്കിൽ ഒറ്റുത്തരം 9 സംസ്ഥാനങ്ങളിലാണ് ഇന്ത്യയിൽ തീരസമതലങ്ങൾ കാണപ്പെടുന്നത്. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്, അത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഇന്ത്യയുടെ തീരദേശം വ്യാപിച്ച് കിടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചിത്രം കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭൂപ്രകൃതി വിഭാഗമാണ് തീരസമതലങ്ങൾ, കോസ്റ്റൽ പ്ലെയിൻസ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ തീരസമതലത്തെ നമുക്ക് 2ആയിട്ട് തിരിക്കാം. പടിഞ്ഞാറൻ തീരസമതലം എന്നും കിഴക്കൻ തീരസമതലം, ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ്, അങ്ങനെ 2ആയിട്ട് നമുക്ക് തിരിക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇന്ത്യയുടെ തീരദേശം വ്യാപിച്ചിരിക്കുന്നത് നമ്മൾ പറഞ്ഞു, ഗുജറാത്തിലെ റാൺ ഓഫ് കച്ച് മുതൽ പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ ഡെൽറ്റാസ് അല്ലെങ്കിൽ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം വരെ, ഗംഗയും ബ്രഹ്മപുത്രയും അടങ്ങുന്ന നദികളാണ് പ്രധാനമായിട്ടും
സുന്ദർബൻ ഡെൽറ്റാസ് സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റാസിനെ നമ്മൾ സുന്ദർബൻ ഡെൽറ്റാസ് എന്നാണ് വിളിക്കുന്നത്. നോക്കാം, ഇന്ത്യയുടെ തീരദേശം വ്യാപിച്ചിരിക്കുന്നത് ഗുജറാത്തിലെ റാൺ ഓഫ് കച്ച് മുതൽ ബംഗാളിലെ ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം അല്ലെങ്കിൽ സുന്ദർബൻ ഡെൽറ്റ പ്രദേശം വരെയാണ്. ഏത് മുതൽ എവിടം വരെയാണ്? ഗുജറാത്തിലെ റാൺ ഓഫ് കച്ച് പ്രദേശം മുതൽ പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ ഡെൽറ്റാസ് വരെയാണ് ഇന്ത്യയുടെ തീരസമതലങ്ങൾ വ്യാപിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ തീരസമതലം 9 സംസ്ഥാനങ്ങളിലും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായിട്ട് വ്യാപിച്ച് കിടക്കുന്നു. ഇതാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് ഒന്നുകൂടെ മാപ്പ് നോക്കാം. ഇവിടെ കാണുന്ന പോലെ ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്ത് ഗുജറാത്തിലെ റാൺ ഓഫ് കച്ച് മുതൽ ഈ ഒരു പ്രദേശമാണ് റാൺ ഓഫ് കച്ച് പ്രദേശം. അതേപോലെ തന്നെ പശ്ചിമ ബംഗാളിലെ ഈ ഒരു പ്രദേശമാണ് സുന്ദർബൻ ഡെൽറ്റ പ്രദേശം. ഈ ഗുജറാത്തിലെ റാൺ ഓഫ് കച്ച് മുതൽ 9 സംസ്ഥാനങ്ങളിലൂടെയും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായിട്ട് പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ ഡെൽറ്റാസ് വരെ വ്യാപിച്ച് കിടക്കുന്ന പ്രദേശമാണ് ഇന്ത്യയുടെ തീരസമതലങ്ങൾ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഇനി നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ ഇനി അറിയാൻ വേണ്ടിയിട്ടുള്ളത് ഇന്ത്യയുടെ തീരദേശ സമതലങ്ങൾ അല്ലെങ്കിൽ തീരസമതലങ്ങൾ കാണപ്പെടുന്ന സ്റ്റേറ്റുകളെ പറ്റിയാണ്, സംസ്ഥാനങ്ങളെ പറ്റിയാണ്. നമ്മൾ ജസ്റ്റ് അത് മുന്നേ പറഞ്ഞായിരുന്നു, എന്നാൽ ഒന്നുകൂടെ നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ തീരസമതലത്തെ നമ്മൾ 2ആയിട്ട് തിരിക്കുന്നു എന്ന് പറഞ്ഞു. പടിഞ്ഞാറൻ തീരസമതലം എന്നും കിഴക്കൻ തീരസമതലം എന്നും. അപ്പോൾ അറബിക്കടലിനോട് ചേർന്ന് കാണപ്പെടുന്നതാണ് നമ്മുടെ പടിഞ്ഞാറൻ തീരസമതലം. ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന് കാണപ്പെടുന്നതാണ് നമ്മുടെ കിഴക്കൻ തീരസമതലങ്ങൾ. അപ്പോൾ പടിഞ്ഞാറൻ തീരസമതലങ്ങൾ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് കാണപ്പെടുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റേറ്റിലാണ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് കാണപ്പെടുന്നത് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. ഏതൊക്കെയാണവ? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം. അത് നമ്മൾ മാപ്പ് സഹിതം ഇനിയുള്ള സ്ലൈഡ്സിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം എന്നീ സംസ്ഥാനങ്ങളിലായിട്ടാണ് പടിഞ്ഞാറൻ തീരസമതലം കാണപ്പെടുന്നത്. അതേപോലെ തന്നെ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലായിട്ട് നമ്മുടെ കിഴക്കൻ തീരം വ്യാപിച്ചു കിടക്കുന്നു. ഓക്കെ, അപ്പോൾ പടിഞ്ഞാറൻ തീരസമുദ്രങ്ങൾ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ്, കിഴക്കൻ തീരസമുദ്രങ്ങൾ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ്, ഇത് ചേരുംപടി ചേർക്കാനൊക്കെ ചോദ്യകർത്താവിന് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്ക് ചോദിക്കാൻ വേണ്ടി എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ജസ്റ്റ് ഇതിൽ നിന്ന് പിക്ക് ചെയ്തിട്ടാൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾ വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും പഠിക്കുക. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലം ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ കാണപ്പെടുന്നു. അതേപോലെ തന്നെ ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലം തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലും കാണപ്പെടുന്നു. അതേപോലെ തന്നെ കാണപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങൾ 9 സംസ്ഥാനങ്ങളിലും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായിട്ടാണ് നമ്മുടെ ഇന്ത്യയുടെ തീരസമതലം വ്യാപിച്ച് കിടക്കുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഈ 9 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ നോക്കി. ഇനിയുള്ളത് കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്, യൂണിയൻ ടെറിട്ടറീസ് ആണ്. അതാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. ദാമൻ ആൻഡ് ദിയു, ദാദ്ര നഗർ ഹവേലി, ലക്ഷദ്വീപ്, പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഈ പറയുന്ന 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലായിട്ടാണ് നമ്മുടെ തീരസമുദ്രങ്ങൾ, അല്ലെങ്കിൽ ഈ പറയുന്ന 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തീരസമുദ്രങ്ങൾ കാണപ്പെടുന്നു. ഏതൊക്കെയാണവ? ദാമൻ ആൻഡ് ദിയു ആൻഡ് ദാദ്ര നഗർ ഹവേലി, ലക്ഷദ്വീപ്, പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും യൂണിയൻ ടെറിട്ടറീസിലും നമ്മുടെ തീരസമതലങ്ങൾ കാണപ്പെടുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത് ഒരു കറണ്ട് അഫയേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ കറണ്ട് അഫയറുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു വസ്തുതയാണ്. നമുക്കറിയാം ഇന്ത്യയുടെ തീരദേശം ദ്വീപുകൾ ഉൾപ്പെടെ, അതായത് ഇന്ത്യയുടെ മെയിൻലാൻഡിന് പുറമെ ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളും ഉൾപ്പെടെ ഇന്ത്യയുടെ തീരസമതലത്തിൻ്റെ ദൈർഘ്യം 7517 കിലോമീറ്റർ എന്നാണ് SCERT ചാപ്റ്ററിൽ അല്ലെങ്കിൽ തീരങ്ങളിലൂടെ എന്ന് പറയുന്ന SCERT ജോഗ്രഫി 9ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ പറയുന്നത്. അതേപോലെ തന്നെ ഏകദേശം 7500 കിലോമീറ്റർ എന്നാണ് NCERT ചാപ്റ്ററിലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കാലങ്ങളായിട്ട് പഠിച്ചു വരുന്നത് ഈ പറയുന്ന 7517 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ ആകെ തീരദൈർഘ്യം എന്നാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അതായത് ഇന്ത്യയുടെ ആകെ തീരദൈർഘ്യം ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളും ഉൾപ്പെടെ 7517 കിലോമീറ്റർ എന്നാണ് നമ്മൾ കാലങ്ങളായിട്ട് പഠിച്ചു വരുന്നത്. പക്ഷേ അതിനും PSC ഇതുവരെ ചോദിച്ചിട്ടില്ല. പക്ഷേ ഈ കഴിഞ്ഞ 2024-25 ഈ ഒരു കറണ്ട് അഫയർ റീസെൻ്റ് ആയിട്ടുള്ള ടൈംസിൽ ഇതിലൊരു റീകാൽക്കുലേഷൻ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ 7517 കിലോമീറ്റർ എന്ന് പറയുന്ന കണക്ക് 1970കളിലെ പരിമിതമായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് മാത്രം ഒരു സർവേയിലൂടെ കാൽക്കുലേറ്റ് ചെയ്ത് എടുത്തതാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇത്രയും നാളും ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ അല്ലെങ്കിൽ ഈ റീസെൻറ്റ് ടൈംസിൽ നാഷണൽ ഹൈഡ്രോഗ്രാഫിക് ഓഫീസ് അല്ലെങ്കിൽ സർവേ ഓഫ് ഇന്ത്യ തുടങ്ങിയ ഗവൺമെൻറ് ഏജൻസികളുടെ കീഴിൽ ഒരു റീകാൽക്കുലേഷൻ നടക്കുകയുണ്ടായി. ഓക്കെ, ഒരു
റീകാൽക്കുലേഷൻ നടക്കുകയുണ്ടായി. അത് വേറൊന്നുമല്ല, ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച്, അതായത് റിമോട്ട് സെൻസിങ്, ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം GIS ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അത്യാധുനിക ടൂൾസുകൾ, ടെക്നോളജിക്കൽ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു റീകാൽക്കുലേഷൻ ഉണ്ടായി. ഏതിൽ? ഇന്ത്യയുടെ തീരദേശ ദൈർഘ്യത്തിന്റെ ആ കാൽക്കുലേഷനിൽ ഒരു റീകാൽക്കുലേഷൻ ഉണ്ടായി ഈ പറയുന്ന നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ ആ പറയുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു റീകാൽക്കുലേഷനിൽ ഇന്ത്യയുടെ തീരദേശ ദൈർഘ്യം വർദ്ധിച്ചതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതായത് 7517 കിലോമീറ്റർ എന്നത് 11,98.81 കിലോമീറ്റർ ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇതാണ് ഈ പറയുന്നത് 11,98.81 കിലോമീറ്റർ. 7,517 കിലോമീറ്ററിൽ നിന്നും 11,98.81 കിലോമീറ്റർ ആയിട്ട് ഇന്ത്യയുടെ തീരദേശ ദൈർഘ്യം വർദ്ധിച്ചതായിട്ട് ഈ പറയുന്ന റീസെൻ്റ് ആയിട്ട് ടൈംസിൽ നടന്ന റീകാൽക്കുലേഷനിൽ മാറിയിട്ടുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ഇതുവരെയും ഈ ഒരു കണക്കിനെ ആധാരമാക്കിക്കൊണ്ട് ഒരിടത്തും ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. പക്ഷേ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ, അല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിളിലോ മറ്റോ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാം. അതായത് ഗവൺമെൻറ് സൈറ്റിൽ വരെ ഈ പറയുന്ന പുതിയ കണക്കുകൾ അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അത് ചെക്ക് ചെയ്യുക. അപ്പോൾ മനസ്സിലാക്കുക, 7,517 കിലോമീറ്റർ എന്നുള്ള ഇന്ത്യയുടെ തീരദേശ ദൈർഘ്യം 1970കളിൽ പരിമിതമായിട്ടുള്ള സാങ്കേതിക വിദ്യയുടെ സഹായത്താലുള്ള സർവേയുടെ ഫലമായിട്ടുണ്ടായ കണക്കുകളാണ്. പക്ഷേ ഈ പറയുന്ന അടുത്ത കാലത്ത്, ഈ പറയുന്ന 2024-25 ടൈമിൽ ഈ പറയുന്ന ഗവൺമെൻറ് ഏജൻസികൾക്ക് കീഴിൽ നടന്ന റീകാൽക്കുലേഷൻ മെത്തേഡിൽ, പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നടന്ന റീകാൽക്കുലേഷനിൽ ഇത് കൂടിയതായിട്ട്, ഇന്ത്യയുടെ തീരദൈർഘ്യം കൂടിയതായിട്ട് കണ്ടെത്തുകയും 7,517 കിലോമീറ്റർ എന്നുള്ളത് 11,98.81 കിലോമീറ്റർ ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് തിരിച്ചു വരാം. ഇനി നമുക്ക് ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളിലൊന്നായ തീരസമതലം ഏറെ ജനനിബിഡമാണ്. ഏറ്റവും കൂടുതൽ ജനവാസ യോഗ്യമായിട്ടുള്ള, ജനങ്ങൾ ഏറ്റവും കൂടുതൽ അധിവസിക്കുന്ന ഭൂപ്രകൃതി വിഭാഗത്തിന് ഉദാഹരണമാണ് നമ്മുടെ തീരദേശ സമതലങ്ങൾ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ഈ തീരദേശം ജനനിബിഡമാകാനുള്ള കാരണങ്ങളാണ് താഴെ പറയുന്നത്. ഏതൊക്കെയാണവ? സമതലമായിട്ടുള്ള ഭൂപ്രകൃതി, അനുയോജ്യമായ കാലാവസ്ഥ, ജലലഭ്യത. അപ്പോൾ സമതല ഭൂപ്രകൃതി, അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥ, ഏറെയുള്ള ജലലഭ്യത എന്നീ 3 പ്രധാനപ്പെട്ട സവിശേഷതകൾ കാരണം തീരസമതലങ്ങൾ വളരെയധികം ജനനിബിഡമാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ തീരസമതലങ്ങളെ സ്ഥാനം അല്ലെങ്കിൽ ഭൂപ്രകൃതി എന്നീ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് തിരിക്കാമെന്നാണ് നമ്മൾ പറഞ്ഞത്. എന്തിന്റെ അടിസ്ഥാനത്തിൽ? സ്ഥാനം, ഭൂപ്രകൃതി സവിശേഷതകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ തീരസമതലങ്ങളെ രണ്ടായിട്ട് തിരിക്കാമെന്ന് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണവ? 1 പടിഞ്ഞാറൻ തീരസമതലം, 2 കിഴക്കൻ തീരസമതലം. പടിഞ്ഞാറൻ തീരസമതലം വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനും, കിഴക്കൻ തീരസമതലം ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനും. പടിഞ്ഞാറൻ തീരസമതലവും കിഴക്കൻ തീരസമതലം എന്നിങ്ങനെ രണ്ടായിട്ട് ഇന്ത്യയുടെ തീരസമതലങ്ങളെ നമ്മൾ വർഗീകരിച്ചിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഈ മാപ്പിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇന്ത്യയുടെ തീരസമതലത്തിന്റെ ഒരു മാപ്പാണ്. അതായത് നമ്മൾ പറഞ്ഞു ഗുജറാത്തിലെ റാൺ ഓഫ് കച്ച് മുതൽ പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ ഡെൽറ്റാസ് വരെ വ്യാപിച്ച് കിടക്കുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഇന്ത്യയുടെ തീരസമതലങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ സ്ഥാനത്തിന്റെയും ലൊക്കേഷൻ, ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ തീരസമതലങ്ങളെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന് ഈ കാണുന്ന പടിഞ്ഞാറൻ തീരസമതലം, ഓക്കെ, വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ, പടിഞ്ഞാറൻ തീരസമതലം. ഓക്കെ, അതേപോലെ തന്നെ 2 കിഴക്കൻ തീരസമതലം, ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. പടിഞ്ഞാറൻ തീരസമതലം എന്നും കിഴക്കൻ തീരസമതലം എന്നും നമ്മുടെ ഇന്ത്യൻ തീരസമതലത്തെ വർഗീകരിച്ചിരിക്കുന്നു. ഈ കാണപ്പെടുന്ന ഈ ഒരു പിങ്ക് ഷെയ്ഡിൽ മാർക്ക് ചെയ്തിരിക്കുന്ന പ്രദേശമാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലം. അതായത് നമ്മുടെ ഗുജറാത്തിലെ റാൺ ഓഫ് കച്ച് മുതൽ ഏകദേശം തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ വ്യാപിച്ച് കിടക്കുന്നതാണ് നമ്മുടെ പടിഞ്ഞാറൻ തീരസമതലം. ഇത് അറബിക്കടലിനോട് ചേർന്ന് കാണപ്പെടുന്നു. അറബിക്കടലിനോടും ഉപദ്വീപീയ പീഠഭൂമിക്കും ഇടയിലാണ് നമ്മുടെ പടിഞ്ഞാറൻ തീരസമതലം കാണപ്പെടുന്നത്. ഏതിനിടയിൽ? അറബിക്കടലിനും ഉപദ്വീപീയ പീഠഭൂമിക്കും ഇടയിലാണ് നമ്മുടെ പടിഞ്ഞാറൻ തീരസമതലം കാണപ്പെടുന്നത്. ഓക്കെ, അതേപോലെ തന്നെ കിഴക്കൻ തീരസമതലം എവിടെ കാണപ്പെടുന്നു? ഈ പറയുന്ന ഉപദ്വീപീയ പീഠഭൂമിക്കും ബംഗാൾ ഉൾക്കടലിനും ഇടയിലാണ് നമ്മുടെ കിഴക്കൻ തീരസമതലം കാണപ്പെടുന്നത്. അതേപോലെ തന്നെ വേറൊന്നും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയ്ക്കാണ് പടിഞ്ഞാറൻ തീരസമുദ്രം എന്ന് പറഞ്ഞാലും അതിൽ തെറ്റില്ല. പശ്ചിമഘട്ടം ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണെന്ന് നമ്മൾ മുന്നേയുള്ള ക്ലാസ്സുകളിൽ പഠിച്ചിരുന്നു. അതായത് അറബിക്കടലിനും പശ്ചിമഘട്ടം അല്ലെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമിക്കും ഇടയിൽ കാണപ്പെടുന്ന തീരസമുദ്രത്തെ നമ്മൾ പടിഞ്ഞാറൻ തീരസമുദ്രം എന്നും ബംഗാൾ ഉൾക്കടലിനും
പൂർവ്വഘട്ടത്തിന്, അതായത് ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ് പൂർവ്വഘട്ടം എന്നും നമ്മൾ പഠിച്ചു. ഈ പറയുന്ന ഉപദ്വീപീയ പീഠഭൂമി അല്ലെങ്കിൽ പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും ഇടയിൽ കാണപ്പെടുന്ന തീരസമതലത്തെയാണ് നമ്മൾ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ അല്ലെങ്കിൽ കിഴക്കൻ തീരസമതലം എന്നും പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് മാപ്പ് വഴി കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും കുറച്ച് ക്ലാസിഫിക്കേഷൻസിലേക്ക് തന്നെ പോവുകയാണ്. നമ്മൾ പറഞ്ഞു പടിഞ്ഞാറൻ തീരസമതലം എന്നും കിഴക്കൻ തീരസമതലം എന്നും നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ പടിഞ്ഞാറൻ തീരസമതലത്തെയും കിഴക്കൻ തീരസമതലത്തെയും വീണ്ടും നമ്മൾ സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഇത് സ്ഥിതി ചെയ്യുന്ന റീജിയൻസിന്റെ അടിസ്ഥാനത്തിൽ വർഗീകരിക്കും. ഈ പടിഞ്ഞാറൻ തീരസമതലത്തെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 3ആയിട്ടാണ് പടിഞ്ഞാറൻ തീരസമതലത്തെ ഡിവൈഡ് ചെയ്യുന്നത്. 1 അല്ല 2 അല്ല 3ആയിട്ട്. 1 ഗുജറാത്ത് തീരം, ഗുജറാത്ത് കോസ്റ്റ്. 2 കൊങ്കൺ കോസ്റ്റ്, കൊങ്കൺ തീരം. 3 മലബാർ കോസ്റ്റ് അല്ലെങ്കിൽ മലബാർ തീരം. ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം എന്നീ 3 തീരദേശങ്ങൾ ചേർന്നതാണ് നമ്മുടെ പടിഞ്ഞാറൻ തീരസമതലം അല്ലെങ്കിൽ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഏതൊക്കെയാണ്? ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം എന്നീ 3 തീരസമതലങ്ങൾ ചേർന്നതാണ് നമ്മുടെ പടിഞ്ഞാറൻ തീരസമതലം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം. അതേപോലെ തന്നെ കിഴക്കൻ തീരസമതലം കോറമാൻഡൽ തീരവും വടക്കൻ സിർക്കാർ തീരവും ചേർന്നതാണ് കിഴക്കൻ തീരസമതലം. 2ആയിട്ടാണ് നമ്മൾ കിഴക്കൻ തീരസമതലത്തെ വർഗീകരിക്കുന്നത്. ഏതൊക്കെയാണവ? കോറമാൻഡൽ തീരവും വടക്കൻ സിർക്കാർ തീരവും. ഓക്കെ, അപ്പോൾ റീജിയണൽ ആയിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് ആണ്, തീരദേശ സമതലത്തിന്റെ പ്രാദേശികമായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ നോക്കിയത്. അപ്പോൾ പടിഞ്ഞാറൻ തീരസമതലത്തെ നമ്മൾ 3ആയിട്ട് തിരിക്കുന്നു എന്ന് പറഞ്ഞു. 1 അല്ല 2 അല്ല 3ആയിട്ടാണ് നമ്മൾ പടിഞ്ഞാറൻ തീരസമതലത്തെ തിരിക്കുന്നത്. ഏതൊക്കെയാണവ? ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം. ദേ നമുക്കിവിടെ കാണാം, ഇന്ത്യയുടെ അറബിക്കടലിനോട് ചേർന്ന് ഉപദ്വീപീയ പീഠഭൂമിക്ക് ഇടയിലാണ് നമ്മുടെ പടിഞ്ഞാറൻ തീരസമതലം കാണപ്പെടുന്നത്. ഓക്കെ, ആ പടിഞ്ഞാറൻ തീരസമതലം 3ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഏതൊക്കെയാണവ? ഈ ഗുജറാത്ത് തീരം, ഈ പറയുന്ന റാൺ ഓഫ് കച്ച്, ഗുജറാത്ത് റീജിയൻസിൽ ഈ പിങ്ക് ഷെയ്ഡിൽ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ഗുജറാത്ത് തീരം എന്ന് പറയുന്നത്. രണ്ടാമത് കൊങ്കൺ തീരം, ഈ മഞ്ഞ കളറിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് കൊങ്കൺ തീരം എന്ന് പറയുന്നത്. ഓക്കെ, അതിനും ഏറ്റവും തെക്കായിട്ട് മലബാർ തീരം, ഓറഞ്ച് ഷെയ്ഡിൽ, നമ്മുടെ കേരളമൊക്കെ ഉൾപ്പെടുന്നത് മലബാർ തീരത്തിലാണ്. അപ്പോൾ ഇങ്ങനെ ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം എന്നിങ്ങനെ 3ആയിട്ടാണ് നമ്മുടെ പടിഞ്ഞാറൻ തീരസമുദ്രം വർഗീകരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കറക്റ്റ് മാപ്പ് കണ്ട് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമൊന്നുമില്ല. മാപ്പിൽ നിന്ന് നമ്മളെ ജസ്റ്റ് കാണുക, മനസ്സിലാക്കുക, നമ്മുടെ മനസ്സിൽ പതിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ കിഴക്കൻ തീരസമുദ്രവും 2ആയിട്ട് തിരിച്ചിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണവ? ഒന്ന് കോറമാൻഡൽ തീരം, തമിഴ്നാടിന്റെ തീരങ്ങളൊക്കെ ചേർന്ന കോറമാൻഡൽ തീരമാണ് 1ാമത്തെ ക്ലാസിഫിക്കേഷൻ. 2ാമത്തത് വടക്കൻ സിർക്കാർ തീരം, വടക്കൻ സിർക്കാർ തീരം. ഓക്കെ, അപ്പോൾ ബംഗാൾ ഉൾക്കടലിനും ഉപദ്വീപീയ പീഠഭൂമിക്കും ഇടയിലാണ് നമ്മുടെ കിഴക്കൻ തീരസമതലം കാണപ്പെടുന്നത്. കിഴക്കൻ തീരസമതലം കാണപ്പെടുന്നത്. ഓക്കെ, ഈ കിഴക്കൻ തീരസമതലത്തെ കോറമാൻഡൽ തീരമെന്നും കോറമാൻഡൽ കോസ്റ്റ് എന്നും വടക്കൻ സിർക്കാർ തീരമെന്നും 2ആയിട്ട് തരംതിരിച്ചിരിക്കുന്നതാണ് ഈ മാപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് SCERT ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, അല്ലെങ്കിൽ തീരസമതലത്തിന്റെ 2 പ്രത്യേകതകളാണ് ഇനി നമുക്ക് പറയാൻ വേണ്ടിയുള്ളത്. താഴ്ത്തപ്പെട്ട തീരവും ഉയർത്തപ്പെട്ട തീരവും. അപ്പോൾ താഴ്ത്തപ്പെട്ട തീരം എന്താണ്, ഉയർത്തപ്പെട്ട തീരം എന്താണ് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ തീരപ്രദേശങ്ങളിൽ ഉത്ഥാനം അല്ലെങ്കിൽ അപ്ലിഫ്റ്റ്മെന്റ് പോലുള്ള ഭൗമ പ്രവർത്തനത്താൽ തീരദേശത്തെ കരഭാഗം ഉയരുകയോ സമുദ്രനിരപ്പ് താഴുകയോ ചെയ്യുന്നു. കരഭാഗം ഉയരുകയോ സമുദ്രനിരപ്പ് താഴുകയോ ചെയ്യുന്ന കോസ്റ്റൽ പ്ലെയിൻസ് ആണ് നമ്മുടെ ഉയർത്തപ്പെട്ട തീരങ്ങൾ അല്ലെങ്കിൽ എമേർജ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. എന്താണ്? തീരപ്രദേശങ്ങളിൽ ഉത്ഥാനം പോലുള്ള ഭൗമ പ്രവർത്തനത്താൽ തീരദേശത്തെ കരഭാഗം ഉയരുകയോ സമുദ്രഭാഗം താഴ്ത്തപ്പെടുകയോ ചെയ്യുന്ന കോസ്റ്റ് ആണ് എമേർജ്ഡ് കോസ്റ്റ് അല്ലെങ്കിൽ ഉയർത്തപ്പെട്ട തീരങ്ങൾ. കരഭാഗം ഉയരുകയോ സമുദ്രനിരപ്പ് താഴുകയോ ചെയ്യുന്നു. ഇതിന്റെ ഫലമായി കടൽ പിൻവാങ്ങി രൂപപ്പെടുന്ന തീരപ്രദേശങ്ങളാണ് ഉയർത്തപ്പെട്ട തീരങ്ങൾ. അതായത് കരഭാഗം ഉയരുകയോ സമുദ്രനിരപ്പ് താഴുകയോ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് രൂപപ്പെടുന്ന തീരമാണ് ഉയർത്തപ്പെട്ട തീരം അല്ലെങ്കിൽ എമേർജ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. എമേർജ്ഡ് കോസ്റ്റിന്റെ അല്ലെങ്കിൽ ഉയർത്തപ്പെട്ട തീരത്തിന്റെ ഒരു പിക്ചറാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ
ഈ പറയുന്ന ഉത്ഥാനം അപ്ലിഫ്റ്റ്മെന്റ് പോലുള്ള ഭൗമ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് കരഭാഗം ഉയർന്നു കാണപ്പെടുകയും സമുദ്രനിരപ്പ് താഴ്ന്നു കാണപ്പെടുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന തീരപ്രദേശങ്ങളാണ് ഉയർത്തപ്പെട്ട തീരം അല്ലെങ്കിൽ എമേർജ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കിഴക്കൻ തീരസമതലം ഈ പറയുന്ന എമേർജ്ഡ് കോസ്റ്റ് അല്ലെങ്കിൽ ഉയർത്തപ്പെട്ട തീരസമുദ്രങ്ങൾക്ക് ഉദാഹരണമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. അതേപോലെ തന്നെ അവതലനം സബ്സിഡൻസ് പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തീരദേശത്തെ കരഭാഗം താഴുകയോ, അതായത് എമേർജ്ഡ് കോസ്റ്റിൽ നമ്മുടെ കരഭാഗം ഉയർന്നാണ് കാണപ്പെടുന്നത്, സമുദ്രനിരപ്പ് താഴ്ന്നാണ് കാണപ്പെടുന്നത്. പക്ഷെ ഇവിടെ അവതലനം പോലുള്ള താഴ്ത്തപ്പെട്ട തീരങ്ങളുടെ കേസ് വരുമ്പോൾ അവതരണം സബ്സിഡൻസ് പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തീരദേശത്തെ കരഭാഗം താഴുകയോ ചെയ്യുന്നു, താഴ്ന്നു പോകുന്നു. ഈ പറയുന്ന തീരദേശത്തെ കരഭാഗം താഴുകയോ സമുദ്ര ജലനിരപ്പ് ഉയരുകയോ ചെയ്യുന്നു. സമുദ്ര ജലനിരപ്പ് ഉയരുകയും കരഭാഗം താഴുകയും ചെയ്യുന്നു. ഇതിന്റെ ഫലമായിട്ട് കരയിലേക്ക് കടൽ കയറി രൂപപ്പെടുന്ന തീരങ്ങളാണ് താഴ്ത്തപ്പെട്ട തീരങ്ങൾ അല്ലെങ്കിൽ സബ്മേർജ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ പടിഞ്ഞാറൻ തീരസമുദ്രം താഴ്ത്തപ്പെട്ട അല്ലെങ്കിൽ സബ്മേർജ്ഡ് കോസ്റ്റിന് ഉദാഹരണമാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഉയർത്തപ്പെട്ട സമുദ്രങ്ങളിൽ കരഭാഗം ഉയർന്നു കാണപ്പെടുകയും സമുദ്ര ജലനിരപ്പ് താഴ്ന്നു കാണപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ താഴ്ത്തപ്പെട്ട സമുദ്രങ്ങളിൽ അല്ലെങ്കിൽ താഴ്ത്തപ്പെട്ട തീരങ്ങൾ സബ്മേർജ്ഡ് കോസ്റ്റിൽ ഈ പറയുന്ന സമുദ്രഭാഗം ഉയർന്നു കാണപ്പെടുകയും കരഭാഗം താഴ്ന്നു കാണപ്പെടുകയും ചെയ്യും. ഈ പറയുന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഉയർത്തപ്പെട്ട തീരങ്ങളും താഴ്ത്തപ്പെട്ട തീരങ്ങൾ തമ്മിൽ ഈ പറയുന്ന വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പോൾ ഈ കാണപ്പെടുന്നതാണ് താഴ്ത്തപ്പെട്ട സമുദ്രങ്ങൾ അല്ലെങ്കിൽ സബ്മേർജ്ഡ് കോസ്റ്റിന് ഒരു എക്സാമ്പിൾ ആയിട്ടുള്ള ചിത്രം. ഈ പറയുന്ന താഴെ കാണപ്പെടുന്ന ചിത്രമാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇന്ത്യയുടെ ഓരോ തീരസമുദ്രങ്ങളുടെ പ്രത്യേകതകളിലേക്കാണ് പോകാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ പടിഞ്ഞാറൻ തീരസമുദ്രം വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിന്റെ സവിശേഷതകളെ പറ്റിയാണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടിയുള്ളത്. നമുക്ക് നോക്കാം. ഉപദ്വീപീയ പീഠഭൂമിക്കും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഇടുങ്ങിയ ഭൂപ്രദേശം നമ്മൾ പറഞ്ഞു. ഉപദ്വീപീയ പീഠഭൂമിക്കും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു, അല്ലെങ്കിൽ അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ എന്ന് പറഞ്ഞാലും യാതൊരു തെറ്റുമില്ല. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനിടയിൽ സ്ഥിതി ചെയ്യുന്ന ഇടുങ്ങിയ ഭൂപ്രദേശമാണ് നമ്മുടെ പടിഞ്ഞാറൻ തീരസമുദ്രം. അറബിക്കടലിനും പശ്ചിമഘട്ടം അല്ലെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമിക്കും ഇടയിലാണ് പടിഞ്ഞാറൻ തീരസമുദ്രം കാണപ്പെടുന്നത്. ഒന്നാമത്തെ പോയിന്റ് നമ്മൾ നോക്കി. ഗുജറാത്തിലെ കച്ച് മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നു. ഗുജറാത്തിലെ കച്ച് പ്രദേശം മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് നമ്മുടെ ഏത് തീരം? പടിഞ്ഞാറൻ തീരസമുദ്രം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഏകദേശം 1840 കിലോമീറ്റർ 1840 കിലോമീറ്റർ നീളത്തിലാണ് നമ്മുടെ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ വ്യാപിച്ച് കിടക്കുന്നത്. 1840 കിലോമീറ്റർ നീളം. അതേപോലെ തന്നെ 10 മുതൽ 15 കിലോമീറ്റർ ആണ് ഇതിൻ്റെ വീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇടുങ്ങിയ ഭൂപ്രദേശമാണ് ഈ പറയുന്ന അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ ഇടുങ്ങിയ രീതിയിൽ കാണപ്പെടുന്ന ഭൂപ്രദേശമാണ് നമ്മുടെ പടിഞ്ഞാറൻ തീരസമുദ്രം. ഏകദേശം 10 മുതൽ 15 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ ഒരു ഏകദേശം വീതി നമ്മൾ മനസ്സിലാക്കുക. 1840 കിലോമീറ്റർ വരെയാണ് ഏകദേശം നീളം എന്ന് നമ്മൾ മനസ്സിലാക്കുക. എവിടെ മുതൽ എവിടം വരെ? ഗുജറാത്തിലെ കച്ച് പ്രദേശം മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ 1840 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് പടിഞ്ഞാറൻ തീരസമുദ്രം. എത്ര കിലോമീറ്റർ വീതി? ഏകദേശം 10 മുതൽ 15 കിലോമീറ്റർ വരെ വീതിയിലുമാണ് ഈ പറയുന്ന തീരസമുദ്രം കാണപ്പെടുന്നത്. ഇതൊരു താഴ്ത്തപ്പെട്ട തീരമാണ്. സബ്മേർജ്ഡ് കോസ്റ്റിന് ഉദാഹരണമാണ് നമ്മുടെ പടിഞ്ഞാറൻ തീരസമുദ്രം എന്നും നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു അറബിക്കടലിനും ഉപദ്വീപീയ പീഠഭൂമിക്കും ഇടയിലാണ് നമ്മുടെ പടിഞ്ഞാറൻ തീരസമുദ്രം കാണപ്പെടുന്നത്. ഗുജറാത്തിലെ കച്ച് മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നു. ഏകദേശം 1840 കിലോമീറ്ററുമാണ് ഇതിൻ്റെ നീളം എന്നും നമ്മൾ മനസ്സിലാക്കുക. ഏകദേശം 10 മുതൽ 15 കിലോമീറ്റർ വീതിയിൽ ഈ പറഞ്ഞ പടിഞ്ഞാറൻ തീരസമുദ്രം കാണപ്പെടുന്നു. അതേപോലെ തന്നെ ഇതൊരു താഴ്ത്തപ്പെട്ട സബ്മേർജ്ഡ് കോസ്റ്റിന് ഉദാഹരണമാണ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞതാണ് ഗുജറാത്ത് കോസ്റ്റ്, കൊങ്കൺ കോസ്റ്റ്, മലബാർ കോസ്റ്റ് എന്നിങ്ങനെ ചേർന്നതാണ് നമ്മുടെ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ, പടിഞ്ഞാറൻ തീരസമുദ്രം എന്ന് നമ്മൾ പഠിച്ചു. കച്ച് മുതൽ ഗുജറാത്തിലെ കച്ച് മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നു. 1840 കിലോമീറ്ററാണ് നമ്മുടെ ലെങ്ത്. 10 മുതൽ 15 കിലോമീറ്ററാണ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഈ പറഞ്ഞ പടിഞ്ഞാറൻ തീരസമുദ്രത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ് തീരത്തോടടുത്ത് കാണപ്പെടുന്ന കായലുകൾ. നമുക്കറിയാം നമ്മുടെ വേമ്പനാട്ട് കായലൊക്കെ നമ്മുടെ തീരസമുദ്രത്തിനോട് ചേർന്ന് കാണപ്പെടുന്ന കായലുകളാണ്. ഇതൊരു
ഈ പറഞ്ഞ പടിഞ്ഞാറൻ തീരത്തിൻ്റെ ഒരു സ്ഥിരം സവിശേഷതയായിട്ടാണ് ഇവിടെ പറയുന്നത്. എന്താണ് പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ് ഈ പറയുന്ന തീരത്തോട് ചേർന്ന് കാണപ്പെടുന്ന കായലുകൾ. നമ്മുടെ അഷ്ടമുടി കായലും വേമ്പനാട്ട് കായലൊക്കെ ഈ പറഞ്ഞ തീരസമതലത്തോട് ചേർന്ന് കാണപ്പെടുന്ന കായലുകൾക്ക് ഉദാഹരണമാണ്. ഓക്കെ, അപ്പോൾ വീതി കുറഞ്ഞ തീരസമതലമാണ്, വീതി വളരെ കുറവാണ്, ഇടുങ്ങിയ ഭൂപ്രദേശമാണ് നമ്മുടെ പടിഞ്ഞാറൻ തീരസമതലം. അതായത് വെറും 10 മുതൽ 15 കിലോമീറ്റർ വരെ മാത്രമാണ് ഇതിൻ്റെ വീതി എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിൽ വളരെ വീതി കുറഞ്ഞ രീതിയിലാണ് ഈ പറഞ്ഞ പടിഞ്ഞാറൻ തീരസമതലം കാണുന്നത്. അപ്പോൾ ഈ പടിഞ്ഞാറൻ തീരസമതലത്തെ 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം എന്നിങ്ങനെ 3ആയിട്ട് പടിഞ്ഞാറൻ തീരസമതലത്തെ തിരിക്കാമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇനിയുള്ള റീജിയണൽ ക്ലാസിഫിക്കേഷനിലേക്കാണ്, പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ റീജിയണൽ ക്ലാസിഫിക്കേഷൻ ആണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യത്തത് ഗുജറാത്ത് തീരസമതലമാണ്. ഗുജറാത്ത് കോസ്റ്റിനെ പറ്റിയാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഓക്കെ, റാൺ ഓഫ് കച്ച് ചതുപ്പ് പ്രദേശവും കച്ച് സൗരാഷ്ട്ര മേഖലകളുടെ തീരപ്രദേശങ്ങളിലും ദാമൻ ദ്യൂ, ദാദ്ര നഗർ ഹവേലി കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് ഗുജറാത്ത് കോസ്റ്റ് അല്ലെങ്കിൽ ഗുജറാത്ത് തീരസമതലം. ഏതൊക്കെ പ്രാദേശിക വിഭാഗങ്ങളാണ് ഗുജറാത്ത് കോസ്റ്റിൽ ഉൾപ്പെടുന്നത് നമ്മൾ നോക്കാം. റാൺ ഓഫ് കച്ച് ഉൾപ്പെടുന്നുണ്ട്. റാൺ ഓഫ് കച്ച് ചതുപ്പ് പ്രദേശം, കച്ച് സൗരാഷ്ട്ര മേഖലകളുടെ തീരപ്രദേശങ്ങൾ, ദാമൻ ദ്യൂ, ദാദ്ര നഗർ ഹവേലി കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉൾപ്പെടുന്നതാണ് ഗുജറാത്ത് തീരസമതലം എന്ന് നമ്മൾ അറിയാം. ഓക്കെ, അതേപോലെ തന്നെ സബർമതി, മാഹി തുടങ്ങിയ നദികളുടെ എക്കൽ നിക്ഷേപണ ഫലമായിട്ടാണ് ഈ തീരസമതല ഭാഗം രൂപപ്പെട്ടുള്ളത്. നമുക്ക് സമതലം എന്ന് പറയുന്നത് നമുക്കൊരു നദികളുടെ നിക്ഷേപണ ഫലമായിട്ട് ഉണ്ടായതാണ്. നമ്മൾ ഉത്തര മഹാസമതലം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഗുജറാത്ത് തീരസമതലത്തിൻ്റെ കേസ് വരുമ്പോൾ സബർമതി, മാഹി തുടങ്ങിയ നദികളുടെ എക്കൽ നിക്ഷേപണ ഫലമായിട്ടാണ് ഈ തീരസമതല ഭാഗം രൂപപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഏതൊക്കെ നദികൾ? സബർമതി, മാഹി നദികളുടെ നിക്ഷേപണ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് പടിഞ്ഞാറൻ തീരസമതലം ഉണ്ടായത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ അത് കൂടാതെ തന്നെ ചെറുതും വലുതുമായ ദ്വീപുകൾ, ഉപദ്വീപുകൾ, കടലിടുക്കുകൾ, ചതുപ്പു നിലങ്ങൾ, വേലിയേറ്റ ചാലുകൾ, കുന്നുകൾ തുടങ്ങിയവ ഈ മേഖലയുടെ പ്രധാന സവിശേഷതകളാണ്. ഏത് മേഖലയുടെ? ഗുജറാത്ത് കോസ്റ്റിന്റെ, ഗുജറാത്ത് തീരസമതലത്തിന്റെ പ്രധാന സവിശേഷതകളാണ് ചെറുതും വലുതുമായ ദ്വീപുകൾ, ഉപദ്വീപുകൾ, കടലിടുക്കുകൾ, ചതുപ്പു നിലങ്ങൾ, വേലിയേറ്റ ചാലുകൾ എന്നീ ഭൂപ്രകൃതി സവിശേഷതകളെന്നൊക്കെ നമുക്ക് ഗുജറാത്തിൽ അല്ലെങ്കിൽ ഗുജറാത്ത് തീരത്ത് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ സൗരാഷ്ട്ര റീജിയൻസ്. അപ്പോൾ ഈ സൗരാഷ്ട്ര റീജിയൻസിലെ തീരപ്രദേശങ്ങൾ നമ്മൾ ഗുജറാത്ത് കോസ്റ്റിൽ കാണാൻ വേണ്ടി സാധിക്കും. ഈ കാണപ്പെടുന്ന പ്രദേശങ്ങൾ അല്ലെങ്കിൽ ഗുജറാത്തിൻ്റെ ഏറ്റവും വടക്ക് കാണപ്പെടുന്ന പ്രദേശങ്ങളാണ് റാൺ ഓഫ് കച്ച് ചതുപ്പ് നിലങ്ങൾ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ റാൺ ഓഫ് കച്ചിൻ്റെ പ്രദേശത്ത് നമ്മൾക്ക് ഗുജറാത്ത് തീരം കാണാൻ വേണ്ടി സാധിക്കും. സൗരാഷ്ട്ര പ്രദേശത്ത് നമുക്ക് ഗുജറാത്തിൻ്റെ തീരം കാണാൻ വേണ്ടി സാധിക്കും. ഈ പറയുന്ന പ്രദേശങ്ങളായിട്ടാണ് നമ്മൾ ദാമൻ ദ്യൂ, ദാദ്ര നഗർ ഹവേലി കാണപ്പെടുന്നത്. അപ്പോൾ ഇത്തരം പ്രദേശങ്ങളായിട്ട് വ്യാപിച്ച് കിടക്കുന്നതാണ് നമ്മുടെ ഗുജറാത്ത് തീരസമതലം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് SCRTയിലെ ഒരു കട്ടിങ്സ് ആണ്. കപ്പലുകളുടെ ശവപ്പറമ്പ്, ഗ്രേവ്യാർഡ് ഓഫ് ഷിപ്സ് എന്നറിയപ്പെടുന്ന അലാങ് കടൽ തീരവും പരുത്തിത്തുണി വ്യവസായ കേന്ദ്രങ്ങളായ സൂറത്തും വഡോദരയും മത്സ്യബന്ധന ഹാർബറായ വെരാവലും ചരിത്ര പ്രാധാന്യമുള്ള ദണ്ഡി കടപ്പുറവും നിരവധിയായ ഉപ്പുപാടങ്ങളുമെല്ലാം ഗുജറാത്ത് തീരസമതലത്തിന്റെ ജനജീവിതത്തിന്റെ അടയാളപ്പെടുത്തലുകളാണ്. എന്താണ് ഇവിടെ പറഞ്ഞത്? അലാങ്, കപ്പലുകളുടെ ശവപ്പറമ്പ് എന്ന് പറയുന്ന അലാങ്, അതായത് ഇതൊരു കപ്പൽ പൊളിക്കൽ കേന്ദ്രത്തിന് ഉദാഹരണമാണ്. കപ്പൽ പൊളിക്കൽ കേന്ദ്രമാണ് അലാങ് എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ പൊളിക്കൽ കേന്ദ്രമാണ് അലാങ് എന്ന് പറയുന്നത്. ഈ പറയുന്ന അലാങ് ഗുജറാത്ത് തീരസമതലത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അതേപോലെ തന്നെ പരുത്തിത്തുണി വ്യവസായ കേന്ദ്രങ്ങളായ സൂറത്ത്, വഡോദര ഇവയും ഗുജറാത്ത് തീരസമതലത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സ്യബന്ധന ഹാർബറാണ്. മത്സ്യബന്ധന ഹാർബറായിട്ടുള്ള വെരാവലും ഈ പറയുന്ന ഗുജറാത്ത് തീരസമതലത്തിന്റെ, ഗുജറാത്ത് കോസ്റ്റിന്റെ ഒരു പ്രത്യേകതയാണ്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ, എന്താണ് നമ്മൾ പറഞ്ഞത്? ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ പൊളിക്കൽശാല, അതായത് കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന അലാങ് നമ്മുടെ ഗുജറാത്ത് തീരസമതലത്തിന്റെ ഭാഗമാണ്. അതേപോലെ സൂറത്ത്, വഡോദര തുടങ്ങിയ പരുത്തിത്തുണിക്ക് പേരുകേട്ട പ്രദേശങ്ങൾ ഗുജറാത്ത് തീരത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത, അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മത്സ്യബന്ധന ഹാർബറാണ് വെരാവൽ എന്നും പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ വിട്ടുപോയ ദണ്ഡി കടപ്പുറം ഗുജറാത്ത് തീരസമതലത്തിന്റെ ഭാഗമാണ്. ഈ കാണുന്ന ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗമാണ് ഗുജറാത്ത് തീരസമതലത്തിൽ ദണ്ഡി കടപ്പുറം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ദണ്ഡി കടപ്പുറം. ഓക്കെ, അതേപോലെ തന്നെ അലാങ് ഈ ഒരു പ്രദേശത്തായിട്ട് വരും. അലാങ് കപ്പൽ പൊളിക്കൽശാല, കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന അലാങ് ഗുജറാത്ത് കോസ്റ്റിൽ ഈ ഒരു റീജിയൻസിലായിട്ട് വരും. ഓക്കെ, അതേപോലെ തന്നെ വെരാവൽ നമ്മൾ പറഞ്ഞ ഗുജറാത്ത് തീരസമതലത്തിൽ കാണപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സ്യബന്ധന ഹാർബറായ വെരാവല് ഈ പറയുന്ന ഗുജറാത്ത് തീരസമതലത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ ഇതാണ് ദണ്ഡി കടപ്പുറം,
അലാങ് ദണ്ഡി കടപ്പുറം വെരാവൽ മത്സ്യബന്ധന കേന്ദ്രം മാപ്പിന്റെ സഹായത്താൽ ഇതിന്റെ ലൊക്കേഷൻ എവിടേക്കാണ് എന്നാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, നെക്സ്റ്റ് ഗുജറാത്ത് തീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത്. അപ്പോൾ റാൻ ഓഫ് കച്ചിനെ പറ്റിയുള്ളൊരു SCERT കട്ടിങ്സ് ആണ് അല്ലെങ്കിൽ SCERT ബോക്സ് ആണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് നോക്കാം. ഇന്ത്യ പാക് അതിർത്തി പ്രദേശമായ കച്ചിലെ ഒരു ലവണ ചതുപ്പു നിലമാണ് റാൻ ഓഫ് കച്ച്. അപ്പോൾ ഇന്ത്യ പാക് അതിർത്തിയിലാണ് നമ്മുടെ റാൻ ഓഫ് കച്ച് കാണപ്പെടുന്നത്. കച്ചിലെ ഒരു ലവണ ചതുപ്പു നിലമാണ് റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഗുജറാത്തിലെ ഭാഷയിൽ റാൻ എന്നാൽ മരുഭൂമി എന്നാണ് അർത്ഥം. റാൻ എന്നാൽ മരുഭൂമി. ഗുജറാത്തി ഭാഷയിൽ റാൻ എന്നാൽ മരുഭൂമി എന്നാണ് അർത്ഥം. മഴക്കാലങ്ങളിൽ വെള്ളക്കെട്ടുകളായി രൂപപ്പെടുന്ന ഇവ മഴ മാറുന്നതോടെ വരണ്ട ലവണ മരുഭൂമി പ്രദേശമായിട്ട് മാറുന്നു. അപ്പോൾ മഴ മാറുന്നതോടെ, മഴക്കാലത്ത് വെള്ളക്കെട്ടുകളായാലും മഴ മാറുന്നതോടെ ഇവ വരണ്ട ലവണ മരുഭൂമി പ്രദേശമായിട്ട് മാറുന്നു. ഏത്? ഈ റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ പാക് അതിർത്തി പ്രദേശമായ കച്ചിലെ ഒരു പ്രധാനപ്പെട്ട ലവണ ചതുപ്പു നിലമാണ് റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത്. ഗുജറാത്തിലെ ഭാഷയിൽ റാൻ എന്നാൽ മരുഭൂമി എന്നാണ് അർത്ഥം. മഴക്കാലങ്ങളിൽ ഇവ വെള്ളക്കെട്ടുകളായാലും മഴ മാറിയാൽ ഈ പറയുന്ന മഴ മാറുന്നതോടെ വരണ്ട ലവണ മരുഭൂമി പ്രദേശമായിട്ടും ഈ റാൻ ഓഫ് കച്ച് മാറുന്നു. ഓക്കെ, വെളുത്ത ഉപ്പുമണൽ നിറഞ്ഞ റാൻ ഓഫ് കച്ച് ഒരു ലവണ മരുഭൂമിയാണ്. അപ്പോൾ ഈ റാൻ ഓഫ് കച്ച് ഉപ്പുമണൽ നിറഞ്ഞ, വെളുത്ത ഉപ്പുമണൽ നിറഞ്ഞ റാൻ ഓഫ് കച്ച് ഒരു ലവണ മരുഭൂമിക്ക് ഉദാഹരണമാണ്. നമ്മൾ ഇന്ത്യയിൽ ഉഷ്ണ മരുഭൂമി ഥാർ പഠിച്ചു, ശീത മരുഭൂമി ലഡാക്ക് പഠിച്ചു. അതേപോലെ തന്നെ ഇന്ത്യയിൽ കാണപ്പെടുന്ന മറ്റൊരു മരുഭൂമിയാണ് ലവണ മരുഭൂമി. ഏതാണ്? റാൻ ഓഫ് കച്ച്. അപ്പോൾ ഇന്ത്യയിൽ കാണപ്പെടുന്ന ലവണ മരുഭൂമി ഏതെന്ന് ചോദിച്ചാൽ റാൻ ഓഫ് കച്ച് എന്ന് നമ്മൾ എഴുതാം. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന റാൻ ഓഫ് കച്ച് വെളുത്ത ഉപ്പുമണൽ നിറഞ്ഞ ഒരു ലവണ മരുഭൂമിയാണ്. ഓക്കെ, ഏകദേശം 26,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ ചതുപ്പു നിലത്തിന് ഗ്രേറ്റർ റാണ്, ലിറ്റിൽ റാൻ എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഈ റാൻ ഓഫ് കച്ചിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ഏതൊക്കെ? ഗ്രേറ്റർ റാൻ ഓഫ് കച്ചും ലിറ്റിൽ റാൻ ഓഫ് കച്ച് എന്നിങ്ങനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ഏകദേശം 26,000 ചതുരശ്ര കിലോമീറ്റർ ആണ് ഈ പറയുന്ന റാൻ ഓഫ് കച്ച് ലവണ മരുഭൂമിയുടെ വിസ്തൃതി എന്ന് നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ അതേപോലെ തന്നെ നവംബർ മുതൽ ഫെബ്രുവരി വരെ നീണ്ടു നിൽക്കുന്ന റാൻ ഉത്സവം ഇവിടുത്തെ പ്രധാനപ്പെട്ട ആഘോഷമാണ്. അപ്പോൾ റാൻ ഓഫ് കച്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് റാൻ ഉത്സവം എന്ന് പറയുന്നത്. ഏത് മുതൽ ഏത് മാസം വരെ അത് ആഘോഷിക്കപ്പെടുന്നു? നവംബർ മുതൽ ഫെബ്രുവരി വരെ നീണ്ടു നിൽക്കുന്നതാണ് റാൻ ഉത്സവം. ഏത് മേഖലയിൽ? റാൻ ഓഫ് കച്ച് മേഖലയിൽ. അപ്പോൾ ഇന്ത്യ പാക് പ്രദേശത്താണ് ഈ പറയുന്ന റാൻ ഓഫ് കച്ച് ചതുപ്പ് നിലം കാണപ്പെടുന്നത്. ഈ പറയുന്ന റാൻ എന്നാൽ മരുഭൂമി എന്നാണ് അർത്ഥം. ഏകദേശം 26,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഇതിന് ഗ്രേറ്റർ റാൻ എന്നും ലിറ്റിൽ റാൻ എന്നും അറിയപ്പെടുന്ന രണ്ട് ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഉപ്പ് നിറഞ്ഞ, വെളുത്ത ഉപ്പുമണൽ നിറഞ്ഞ ഈ പ്രദേശം ഒരു ലവണ മരുഭൂമിക്ക് ഉദാഹരണമാണ്. അതേപോലെ തന്നെ നവംബർ മുതൽ ഫെബ്രുവരി വരെ നീണ്ടു നിൽക്കുന്ന റാൻ ഉത്സവം ഈ പ്രദേശത്തെ മറ്റൊരു ആഘോഷത്തിന് ഉദാഹരണമാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ റാൻ ഓഫ് കച്ച് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളൊരു മാപ്പാണിത്. ഈ പറയുന്ന ഏരിയയിലാണ് നമ്മളെ റാൻ ഓഫ് കച്ച് കാണപ്പെടുന്നത്. കച്ച് റീജിയൻസിൽ കാണപ്പെടുന്ന ഇന്ത്യ പാക് അതിർത്തി പ്രദേശത്ത് കാണപ്പെടുന്ന ഒരു ലവണ മരുഭൂമിക്ക് ഉദാഹരണമാണ് റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഗുജറാത്തിൻ്റെ ഏറ്റവും വടക്ക് ഭാഗത്തായിട്ട് പാകിസ്ഥാന് അതിർത്തി പങ്കിട്ടുകൊണ്ട് കാണപ്പെടുന്ന ഒരു ചതുപ്പ് നിലം, ലവണ മരുഭൂമി ഒക്കെയാണ് നമ്മുടെ റാൻ ഓഫ് കച്ച് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് നമ്മുടെ റാൻ ഓഫ് കച്ചിൻ്റെ ഒരു കാഴ്ച. റാൻ ഓഫ് കച്ചിൻ്റെ ഒരു ഭൂപ്രകൃതിയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഉപ്പ് നിറഞ്ഞ ലവണ മരുഭൂമിയാണ്. വെളുത്ത നിറത്തിലുള്ള ഉപ്പ് മണലായിട്ട് നിറഞ്ഞൊരു ലവണ മരുഭൂമിക്ക് ഉദാഹരണമാണ് നമ്മുടെ റാൻ ഓഫ് കച്ച് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഗുജറാത്ത് തീരം നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി നമ്മൾ കൊങ്കൺ കോസ്റ്റിലേക്ക്, ആദ്യം നമ്മളെ വടക്ക് പടിഞ്ഞാറൻ തീര സമതലത്തിൻ്റെ ഏറ്റവും വടക്കാണ് നമ്മുടെ ഗുജറാത്ത് തീരം. തൊട്ട് തെക്കിലേക്കാണ് നമ്മൾ സഞ്ചരിച്ച് വരുന്നത്. അപ്പോൾ തൊട്ട് തെക്കിലേക്ക് ഇറങ്ങി നമ്മൾ കൊങ്കൺ തീരം, കൊങ്കൺ കോസ്റ്റാണ് ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഗുജറാത്ത് തീരസമുദ്രത്തിന് തെക്ക് ദാമൻ മുതൽ ഗോവ വരെ വ്യാപിച്ചിരിക്കുന്ന തീരസമുദ്രമാണ് കൊങ്കൺ തീരം. ഗുജറാത്ത് തീരസമുദ്രത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള ദാമൻ മുതൽ ഗോവ വരെ വ്യാപിച്ചിരിക്കുന്ന തീരസമുദ്രമാണ് നമ്മുടെ കൊങ്കൺ തീരസമുദ്രം. നെക്സ്റ്റ് 500 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. ഏകദേശം 500 കിലോമീറ്ററാണ് കൊങ്കൺ തീരത്തിൻ്റെ ഏകദേശ നീളം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. അതേപോലെ തന്നെ പശ്ചിമഘട്ട മലനിരകൾ ഈ തീരത്തിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവിടെ തീരസമതലം ഇടുങ്ങിയതാണ്. അപ്പോൾ ഗുജറാത്ത് തീരസമതലത്തിനേക്കാൾ കുറച്ചുകൂടി ഇടുങ്ങിയ പ്രദേശമാണ് നമ്മുടെ കൊങ്കൺ തീരസമതലം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. എന്തുകൊണ്ടാണ് അവ? പശ്ചിമഘട്ട മലനിരകൾ ഈ പറയുന്ന കൊങ്കൺ തീരത്തിന് സമാന്തരമായിട്ട് കാണപ്പെടുന്നു. പക്ഷേ ഗുജറാത്ത് തീരത്തിൽ നമുക്ക് പശ്ചിമഘട്ടം അത്ര കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. ഈ പറയുന്ന ഗുജറാത്തിൻ്റെ ഏറ്റവും തെക്ക് ഭാഗത്ത് ദാമൻ മുതൽ ഗോവ വരെയാണ് നമുക്ക് ഈ കൊങ്കൺ തീരം കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രദേശത്താണ് നമ്മുടെ പശ്ചിമഘട്ട മലനിരകൾ സമാന്തരമായിട്ട്, അറബിക്കടലിന് സമാന്തരമായിട്ട്, പടിഞ്ഞാറൻ തീരസമുദ്രത്തിന് സമാന്തരമായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ ഈ പശ്ചിമഘട്ടം ഈ കാണപ്പെടുന്നതുകൊണ്ട് ഈ പറയുന്ന കൊങ്കൺ തീരം കുറച്ചുകൂടി ഇടുങ്ങിയ പ്രദേശമായിട്ട് കാണപ്പെടുന്നു. അതാണ് ഇവിടെ പറഞ്ഞത്. പശ്ചിമഘട്ട മലനിരകൾ ഈ തീരത്തിന് സമാന്തരമായിട്ട് സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവിടെ തീരസമുദ്രം വളരെ ഇടുങ്ങിയതാണ്. ഓക്കെ,
അപ്പോൾ കൊങ്കൺ തീരത്തിന്റെ പ്രത്യേകതകളാണ് ഇനി നോക്കുന്നത്. കൊങ്കൺ തീരത്തിന്റെ വടക്ക് ഭാഗം മണൽ നിറഞ്ഞ തീരങ്ങളാണ്. സാൻഡി കോസ്റ്റൽ ഏരിയ ആണ് നമുക്ക് കൊങ്കൺ തീരത്തിന്റെ വടക്ക് ഭാഗത്ത് കാണപ്പെടുന്നത്. എന്താണ്? മണൽ നിറഞ്ഞ തീരങ്ങളാണ് കൊങ്കൺ തീരത്തിന്റെ വടക്ക് ഭാഗത്ത് കാണപ്പെടുന്നത്. തെക്ക് ഭാഗത്തേക്ക് വരുമ്പോൾ പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ തീരവും കാണപ്പെടുന്നു. റോക്കി കോസ്റ്റൽ റീജിയൻസും കാണപ്പെടുന്നു. അപ്പോൾ റോക്കി കോസ്റ്റൽ റീജിയൻസ് ഈ പറയുന്ന പാറക്കെട്ടുകൾ നിറഞ്ഞ തീരദേശങ്ങൾ കൊങ്കൺ തീരത്തിന്റെ തെക്ക് ഭാഗത്തും, മണൽ നിറഞ്ഞ തീരങ്ങൾ സാൻഡി കോസ്റ്റ് ഏവ കൊങ്കണിന്റെ വടക്ക് ഭാഗത്തും കാണപ്പെടുന്നു. അതേപോലെ തന്നെ ക്ലിഫുകൾ, ദ്വീപുകൾ, ബീച്ചുകൾ തുടങ്ങിയ തീരദേശ ഭൂരൂപങ്ങൾ ഇവിടെ കാണപ്പെടുന്നു. വളരെ ജനറൽ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ക്ലിഫുകൾ, ദ്വീപുകൾ, ബീച്ചുകൾ തുടങ്ങിയ തീരഭൂരൂപങ്ങൾ ഈ പറയുന്ന കൊങ്കൺ സമതലത്തിന്റെ പ്രത്യേകതയാണ്. അതേപോലെ തന്നെ ഇന്ത്യയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ഗോവയിൽ ധാരാളം ബീച്ചുകളുണ്ട്. നമ്മൾ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ഗോവ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ്. അപ്പോൾ ഈ പറയുന്ന വിനോദസഞ്ചാരം ഏറ്റവും കൂടുതൽ സാധ്യതകൾ തുറന്നു കൊടുക്കുന്ന ഒരു ഏരിയയാണ്. കോസ്റ്റൽ വിനോദസഞ്ചാരത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സ്ഥലമാണ് നമ്മുടെ ഗോവ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗോവയിൽ ഏറ്റവും കൂടുതൽ കുറേ അധികം ബീച്ചുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ബാഗ ബീച്ച്, അഞ്ജുന ബീച്ച്, ചലാങ്കൂട്ടെ തുടങ്ങിയ ബീച്ചുകൾ ഗോവയുടെ പ്രത്യേകതയാണ്. ഓക്കെ, അപ്പോൾ ധാരാളം മഴ ലഭിക്കുന്ന ആർദ്ര കാലാവസ്ഥ കൊങ്കൺ തീരസമതലത്തെ ജൈവ വൈവിധ്യ സമ്പന്നമാക്കുന്നു. എന്തുകൊണ്ടാണ് ആർദ്ര കാലാവസ്ഥ ഇവിടെ അനുഭവപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ഈ പറയുന്ന കൊങ്കൺ റീജിയൻസിൽ കൂടുതൽ മഴ ലഭിക്കുന്നത്? പശ്ചിമഘട്ടത്തിന്റെ ആ ഒരു സാന്നിധ്യം കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന കൊങ്കൺ റീജിയൻസിൽ ആർദ്ര കാലാവസ്ഥ അനുഭവപ്പെടുന്നതും ഈ പറയുന്ന ധാരാളം മഴ ലഭിക്കുന്ന ആർദ്ര കാലാവസ്ഥ അനുഭവപ്പെടുന്നതും ജൈവ വൈവിധ്യ സമ്പന്നമാകുന്നതും ഈ പറയുന്ന പശ്ചിമഘട്ടത്തിന്റെ ആ ഒരു സാന്നിധ്യമാണ് നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കൊങ്കൺ കോസ്റ്റ്. ഗുജറാത്ത് തീരസമതലത്തിന്റെ തെക്ക് ദാമൻ മുതൽ ഗോവ വരെ വ്യാപിച്ച് കിടക്കുന്ന ഏകദേശം ഒരു 500 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ച് കിടക്കുന്ന വളരെ ഇടുങ്ങിയതായിട്ടുള്ള, പശ്ചിമഘട്ടം സമാന്തരമായിട്ട് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ഇടുങ്ങിയതായിട്ടുള്ള ഒരു കോസ്റ്റൽ റീജിയൻ ആണ് നമ്മുടെ കൊങ്കൺ തീരസമതലം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളിത് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നവശേവ, നവി മുംബൈ, മർമഗോവോ തുടങ്ങി പ്രകൃതിദത്ത തുറമുഖങ്ങൾ കൊങ്കൺ തീരത്തിന്റെ പ്രത്യേകതകളാണ്. ഈ പറഞ്ഞ തുറമുഖങ്ങൾ കൊങ്കൺ തീരത്ത് സ്ഥിതി ചെയ്യുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. മാൽപേ മത്സ്യബന്ധന ഹാർബറും കപ്പൽ നിർമ്മാണശാലകളും ടൂറിസം കേന്ദ്രങ്ങളും വ്യവസായ കേന്ദ്രങ്ങളെല്ലാം കൊങ്കൺ തീരത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങളായി സക്രിയമായ ഒരു മേഖലയാക്കി മാറ്റുന്നു. അപ്പോൾ മാൽപേ മത്സ്യബന്ധന ഹാർബറാണ് ഇവിടെ പ്രധാനമായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടിയുള്ളത്. അപ്പോൾ മാൽപേ മത്സ്യബന്ധന ഹാർബർ കൊങ്കൺ തീരത്തിന്റെ ഭാഗമാണ് നമ്മൾ അറിഞ്ഞിരിക്കുക. ഏതൊക്കെ തുറമുഖങ്ങൾ? നവശേവ തുറമുഖം, മർമഗാവോ തുടങ്ങിയ പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ കൊങ്കൺ തീരത്തിന്റെ ഭാഗമാണ്. അതേപോലെ തന്നെ മാൽപേ മത്സ്യബന്ധന ഹാർബറും കൊങ്കൺ തീരത്തിന്റെ ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ കൊങ്കൺ തീരത്തിന്റെ ഭാഗമായിട്ടുള്ള സെന്റ് മേരീസ് ദ്വീപിലെ കൽത്തൂണുകളെ പറ്റിയാണ് ഇനി നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ളത്. സെന്റ് മേരീസ് ഐലൻഡ്സിൽ ഞാൻ ക്ലിക്ക് ചെയ്തൊരു പിക്ചർ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ കർണാടകയിലെ ഉടുപ്പി ജില്ലയിൽ മാൽപേ തീരത്ത്, അപ്പോൾ മാൽപേ തീരം നമ്മൾ നേരത്തെ പറഞ്ഞു, മാൽപേ മത്സ്യബന്ധന ഹാർബർ നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ മാൽപേ തീരം കൊങ്കൺ തീരത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ഈ കർണാടകയിലെ ഉടുപ്പി ജില്ലയിൽ മാൽപേ തീരത്ത് നിന്ന് മാറി കടലിലായി സ്ഥിതി ചെയ്യുന്ന ജനവാസമില്ലാത്ത ചെറുദ്വീപാണ് സെന്റ് മേരീസ് ദ്വീപ് അല്ലെങ്കിൽ സെന്റ് മേരീസ് ഐലൻഡ്. ഞാൻ പോയിട്ടുള്ളതാണ്. വളരെ അടിപൊളി, വളരെ അത്യാവശ്യം നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ ആയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു ബീച്ചാണ്, അല്ലെങ്കിൽ ഒരു ദ്വീപാണ്, ആൾത്താമസമില്ലാത്തൊരു ദ്വീപാണ് ഈ പറയുന്ന സെന്റ് മേരീസ് ഐലൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ദ്വീപ് നിറയെ ഷഡ്ഭുജം ആകൃതിയിലുള്ള കൽത്തൂണുകൾ പോലുള്ള പാറക്കൂട്ടങ്ങൾ, അതായത് ഹെക്സഗണൽ ഷേപ്പിലുള്ള പാറക്കൂട്ടങ്ങളാൽ നിറഞ്ഞതാണ് ഈ പറയുന്ന സെന്റ് മേരീസ് ഐലൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഷഡ്ഭുജ ആകൃതിയിലുള്ള കൽത്തൂണുകൾ നിറഞ്ഞ പാറക്കെട്ടുകളാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഏകദേശം 88 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ പുറത്തുവന്ന ലാവ തണുത്തു രൂപപ്പെട്ടവയാണ് ഈ പറയുന്ന ഷഡ്ഭുജ ശിലകൾ, അല്ലെങ്കിൽ ഹെക്സഗണൽ ഷേപ്പിലുള്ള ശിലകൾ. ഈ പറഞ്ഞ 88 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ ലാവ തണുത്തുറഞ്ഞുണ്ടായതാണ് എന്നാണ് കരുതപ്പെടുന്നത്. ഓക്കെ, അതേപോലെ തന്നെ കോളംനാർ ജോയിൻസ് എന്ന ജിയോളജിയ ശിലാമാതൃകയ്ക്ക് ഉദാഹരണമാണ്. കോളംനാർ ജോയിൻസിന് എക്സാമ്പിളാണ് ഈ പറയുന്ന ഹെക്സഗണൽ ശിലകൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഷഡ്ഭുജ ആകൃതിയിലുള്ള കൽത്തൂണുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഇതൊരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ്. സെന്റ് മേരീസ് ഐലൻഡ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സദേൺ കർണാടകയിൽ ഉടുപ്പി ഡിസ്ട്രിക്റ്റിൽ കാണപ്പെടുന്ന ഈ പറയുന്ന സെന്റ് മേരീസ് ഐലൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ പറയുന്ന ഷഡ്ഭുജ ആകൃതിയിൽ ഹെക്സഗണൽ ഷേപ്പിൽ കാണപ്പെടുന്ന കൽത്തൂണുകൾ എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ സെന്റ് മേരീസ് ഐലൻഡ് ഈ പറയുന്ന കൊങ്കൺ തീരത്തിൻ്റെ അല്ലെങ്കിൽ ഹെക്സഗണൽ ഷേപ്പിൽ കാണപ്പെടുന്ന കൽത്തൂണുകൾ കൊങ്കൺ തീരത്ത് കാണപ്പെടുന്ന ഒരു പ്രത്യേകതയാണ് നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സെന്റ് മേരീസ് ഐലൻഡ്. ഇത് ഞാൻ ക്ലിക്ക് ചെയ്ത ഫോട്ടോ ആണ്. ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ
തേർഡ് ഇയറിൽ ടൂർ പോയതാണ്. അപ്പോൾ ഈ പറയുന്ന ഹെക്സഗണൽ ഷേപ്പിൽ കാണപ്പെടുന്ന പാറക്കെട്ടുകളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. കുറച്ചുകൂടെ സൂം ചെയ്താൽ കാണാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. ഈ പറഞ്ഞ പാറക്കെട്ടുകളെല്ലാം ഈ ഒരു ഷഡ്ഭുജ ആകൃതിയിലുള്ള ശിലകളായിട്ട് നിർമ്മിതമായ കൽത്തൂണുകളാണ്. അപ്പോൾ ഈ കൽത്തൂണുകളാണ്. നല്ല രസമാണ് കാണാൻ വേണ്ടി, നേരിട്ട് കാണാൻ വേണ്ടി വളരെ ഭംഗിയുള്ളൊരു അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഷേപ്പ് ഇങ്ങനെ ചേർത്ത് നമ്മുടെ ഫുട്ബോളിൻ്റെ ആ ഒരു പാർട്ടൊക്കെ അല്ലേ, ഫുട്ബോൾ അതിൻ്റെ ഒരു സർഫസിൽ ഒരു ഈ പറയുന്ന ഷഡ്ഭുജ സമാനമായിട്ടുള്ള ആകൃതിയിലുള്ള ഒരു പാർട്സ് നമുക്ക് ഫുട്ബോളിൽ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു ആ ഒരു മനോഹരമായിട്ടുള്ളൊരു ഈ പറഞ്ഞ ഷഡ്ഭുജ ആകൃതി നമുക്ക് ഈ പറഞ്ഞ പാറക്കെട്ടുകൾ കാണാൻ വേണ്ടി സാധിക്കും. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഈ പറയുന്ന. അപ്പോൾ അത്തരം ഷഡ്ഭുജ സമാനമായിട്ടുള്ള കൽത്തൂണുകളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് ഒന്നും കൂടെ സൂം ചെയ്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഷഡ്ഭുജ സമാനം ഈ ഒരു ഹെക്സഗണൽ ഷേപ്പിലാണ് നമുക്ക് ഈ ഒരു പാറക്കെട്ടുകൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി മലബാർ തീരമാണ്, മലബാർ കോസ്റ്റാണ് നോക്കുന്നത്. ഗുജറാത്ത് തീരം നമ്മൾ നോക്കി, കൊങ്കൺ തീരവും നമ്മൾ നോക്കി. അപ്പോൾ മലബാർ തീരത്തേക്ക് ഇനി നമ്മൾ കേരളത്തിലേക്ക് വരികയാണ്. ഏറ്റവും തെക്ക് ഭാഗത്ത്, പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഏറ്റവും തെക്ക് ഭാഗത്ത്, സദേൺ മോസ്റ്റ് കോസ്റ്റിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ മലബാർ തീരം മംഗലാപുരം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നു. കർണാടകയിലെ സദേൺ കർണാടകയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് മംഗലാപുരം. മാംഗ്ലൂർ എന്ന് പറയുന്നത് ഈ പറയുന്ന മംഗലാപുരം മുതൽ കന്യാകുമാരി, തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് മലബാർ തീരം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. അതേപോലെ തന്നെ മലബാർ തീരത്തിന് ഏകദേശം 580 കിലോമീറ്റർ ദൈർഘ്യമാണ് ഉള്ളത്. കൊങ്കൺ തീരത്തിന് ഏകദേശം 500 കിലോമീറ്റർ നീളവും നമ്മുടെ മലബാർ തീരത്തിന് ഏകദേശം 580 കിലോമീറ്റർ നീളത്തിലും മലബാർ തീരം കാണപ്പെടുന്നു. കൊങ്കൺ തീരത്തേക്കാൾ വീതി കൂടുതലാണ് ഈ പറഞ്ഞ മലബാർ തീരത്തിന്. കൊങ്കൺ തീരത്തേക്കാൾ അപേക്ഷിച്ച് കുറച്ച് വീതി കൂടുതലായിരിക്കും മലബാർ തീരത്തിന് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. അതേപോലെ ക്ലിഫ്, കടൽസ്തംഭം, ബീച്ചുകൾ, അഴിമുഖം, പൊഴികൾ തുടങ്ങി നിരവധി തീരഭൂരൂപങ്ങൾ ഈ പറഞ്ഞ മലബാർ കോസ്റ്റിൽ കാണാൻ വേണ്ടി സാധിക്കും. ഒന്നുകൂടെ നോക്കാം. മംഗലാപുരം മുതൽ, കർണാടകത്തിലെ മംഗലാപുരം മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് നമ്മുടെ മലബാർ കോസ്റ്റ് അല്ലെങ്കിൽ മലബാർ തീരം എന്ന് പറയുന്നത്. ഏകദേശം 580 കിലോമീറ്റർ 580 കിലോമീറ്റർ ആണ് ഏകദേശ നീളം. അതേപോലെ തന്നെ കൊങ്കൺ തീരത്തെ അപേക്ഷിച്ച് വീതി കുറച്ച് കൂടിയ തീരമാണ് മലബാർ തീരം. അതേപോലെ തന്നെ ക്ലിഫ്, കടൽസ്തംഭം, ബീച്ച്, അഴിമുഖം, പൊഴികൾ തുടങ്ങി നിരവധി തീരഭൂരൂപങ്ങൾ മലബാർ തീരത്ത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മലബാർ കോസ്റ്റ്. നമ്മുടെ കേരളത്തിൻ്റെ തീരം ഉൾപ്പെടുന്നതാണ് നമ്മുടെ മലബാർ കോസ്റ്റ്. കൊങ്കൺ കോസ്റ്റിന് തെക്കായിട്ടാണ് മലബാർ കോസ്റ്റ് കാണപ്പെടുന്നത്. മാംഗ്ലൂർ മുതൽ, മംഗലാപുരം മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെയാണ് നമുക്ക് ഈ പറഞ്ഞ മലബാർ കോസ്റ്റ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ മലബാർ കോസ്റ്റിൻ്റെ മറ്റു സവിശേഷതയാണ് കായലുകൾ. നമ്മൾ പറഞ്ഞു വേമ്പനാട് കായലും അഷ്ടമുടി കായലൊക്കെ നമ്മുടെ മലബാർ തീരത്തിനോട് ചേർന്ന് കാണപ്പെടുന്നവയാണ്. വേമ്പനാട് കായൽ ഇതിൽ പ്രധാനമാണ്, നമ്മളിപ്പോൾ പറഞ്ഞു. അതേപോലെ തന്നെ ഇവിടുത്തെ കായലുകൾ, തടാകങ്ങൾ, കനാലുകൾ വഴി ബന്ധിപ്പിച്ച് ഈ കായലുകളും തടാകങ്ങളും കനാലുകൾ വഴി ബന്ധിപ്പിച്ച് ജലഗതാഗതം സാധ്യമാക്കുന്നു. അപ്പോൾ ജലഗതാഗതത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള തീരമാണ് നമ്മുടെ മലബാർ തീരം. ഈ പറയുന്ന തീരദേശത്തിൻ്റെ ഭാഗമായിട്ടുള്ള കായലുകളും തടാകങ്ങളും കനാലുകൾ വഴി ബന്ധിപ്പിച്ച് ഈ പറഞ്ഞ ജലഗതാഗതം സാധ്യമാക്കുന്നു. അപ്പോൾ കോട്ടപ്പുറം മുതൽ കൊല്ലം വരെ വ്യാപിച്ചു കിടക്കുന്ന NW3 ഒരു പ്രധാനപ്പെട്ട ഒരു ദേശീയ ജലപാതയാണ്. അത് നമുക്ക് മലബാർ തീരത്ത് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ അത് കൊല്ലം മുതൽ കോഴിക്കോട് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ NW3 എന്ന് പറയുന്നത്. അപ്പോൾ NW3 മലബാർ തീരസമതലത്തിൻ്റെ ഭാഗമാണ്. അതേപോലെ വർക്കല, ഏഴിമല, ബേക്കൽ തുടങ്ങിയ ബീച്ചുകൾ നമ്മുടെ മലബാർ തീരത്തിൻ്റെ പ്രത്യേകതകളാണ്. ഇവിടെ ക്ലിഫുകൾ ഉയർന്നു കാണപ്പെടുന്നു. ഇവിടെ ക്ലിഫ് പോലുള്ള ഭൂരൂപങ്ങൾ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്. ഈ പറയുന്ന വർക്കല, ഏഴിമല, ബേക്കലൊക്കെ പോയാൽ നമുക്ക് ക്ലിഫുകൾ കാണാൻ വേണ്ടി സാധിക്കും. ഇത് മലബാർ തീരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, നമ്മൾ മനസ്സിലാക്കാം. വർക്കല ക്ലിഫ് ഏറ്റവും ഇൻ്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഏറ്റവും വലിയൊരു ടൂറിസ്റ്റ് സ്പോട്ടാണല്ലേ. അപ്പോൾ ഇത് നമ്മുടെ മലബാർ തീരത്തിൻ്റെ ഭാഗമാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ മുഴുപ്പിലങ്ങാട്, ചാവക്കാട്, കോവളം തുടങ്ങിയ പ്രധാനപ്പെട്ട ബീച്ചുകളും മലബാർ തീരസമതലത്തിൻ്റെ ഭാഗമാണ്. ഏതൊക്കെയാണ്? മുഴുപ്പിലങ്ങാട് ബീച്ച്, ചാവക്കാട് ബീച്ച്, കോവളം ബീച്ച് തുടങ്ങിയവ മലബാർ തീരസമതലത്തിൻ്റെ പ്രധാനപ്പെട്ട ബീച്ചുകളാണ്, അല്ലെങ്കിൽ മലബാർ തീരസമതലത്തിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ബീച്ചുകളാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് കടലുണ്ടി, കുമരകം, പാതിരാമണൽ തുടങ്ങിയ പക്ഷി സങ്കേതങ്ങൾ മലബാർ തീരസമതലത്തിൻ്റെ ഭാഗമായിട്ട് സ്ഥിതി ചെയ്യുന്നു. വേറെ ഒന്നും പറയാനില്ല. കടലുണ്ടി, കുമരകം, പാതിരാമണൽ തുടങ്ങിയ പക്ഷി സങ്കേതങ്ങൾ ഈ പറഞ്ഞ മലബാർ തീരത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. അതേപോലെ തന്നെ നാഞ്ചിനാട്, കുട്ടനാട് തുടങ്ങിയ കോൾനിലങ്ങളും നെല്ലറകളും ഈ പറഞ്ഞ മലബാർ തീരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. നമുക്കറിയാം സമുദ്രനിരപ്പിൽ നിന്ന് താഴെയായിട്ടാണ് നമ്മുടെ കുട്ടനാട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കുട്ടനാട്, നാഞ്ചിനാടൊക്കെ ഈ പറഞ്ഞ മലബാർ തീരത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. അതേപോലെ നീണ്ടകര, മുനമ്പം, പൊന്നാനി, ബേപ്പൂർ തുടങ്ങിയ മത്സ്യബന്ധന ഹാർബറുകൾ ഈ പറഞ്ഞ മലബാർ തീരത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. മലബാർ തീരപ്രദേശത്ത് കാണപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യബന്ധന ഹാർബറുകളാണ് നീണ്ടകര,
മുനമ്പം, പൊന്നാനി, ബേപ്പൂർ തുടങ്ങിയവ. അപ്പോൾ കടലുണ്ടി, കുമരകം, പാതിരാമണ തുടങ്ങിയ പക്ഷി സങ്കേതങ്ങൾ മലബാർ തീരത്തിൽ കാണപ്പെടുന്നു. അതേപോലെ തന്നെ നീണ്ടകര, മുനമ്പം, പൊന്നാനി, ബേപ്പൂർ തുടങ്ങിയ പ്രധാന മത്സ്യബന്ധന ഹാർബറുകൾ ഈ പറഞ്ഞ മലബാർ തീരത്തിൻ്റെ പ്രത്യേകതയാണ്. അതേപോലെ നാഞ്ചിനാട്, കുട്ടനാട് തുടങ്ങിയ നെല്ലറകളും കോൾനിലങ്ങളും മലബാർ തീരത്തിൻ്റെ പ്രത്യേകതയാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മത്സ്യബന്ധന ഹാർബറുകളാണ് മലബാർ തീരത്ത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മത്സ്യബന്ധന ഹാർബറുകളുടെ ഒരു ലൊക്കേഷൻ കാണിക്കുന്ന ഒരു മാപ്പാണ്. നമ്മൾ പറഞ്ഞു നീണ്ടകര, കൊല്ലം ജില്ലയിലെ കാണപ്പെടുന്ന നീണ്ടകര പ്രധാനപ്പെട്ട ഒരു മത്സ്യബന്ധന ഹാർബറാണ്. നീണ്ടകരയാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. നെക്സ്റ്റ് മുനമ്പം, നമ്മുടെ ഏകദേശം ഒരു തൃശ്ശൂർ, എറണാകുളം ജില്ലകളുടെ അതിർത്തി മേഖലയിലാണ് ഈ പറയുന്ന മുനമ്പം കാണപ്പെടുന്നത്. അതേപോലെ തന്നെ പൊന്നാനി, മലപ്പുറം ജില്ലയിലാണ് നമ്മുടെ പൊന്നാനി കാണപ്പെടുന്നത്. അതേപോലെ തന്നെ ബേപ്പൂറും കോഴിക്കോട് മലപ്പുറത്തിൻ്റെ ഒരു അതിർത്തി പ്രദേശത്ത് കാണപ്പെടുന്നു. അപ്പോൾ ഇത്തരം പ്രധാനപ്പെട്ട ബേപ്പൂർ, പൊന്നാനി, മുനമ്പം, നീണ്ടകര തുടങ്ങിയവയാണ് മലബാർ തീരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യബന്ധന ഹാർബറുകൾ എന്നും നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ തീരദേശങ്ങളും ദ്വീപുകളും എന്ന് പറയുന്ന 5ാമത്തെ ഭൂപ്രകൃതി വിഭാഗത്തെ പറ്റിയാണ് നമ്മൾ പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ഇന്ത്യൻ തീരസമുദ്രങ്ങളെ പറ്റിയാണ്. ഇന്ത്യൻ തീരസമുദ്രങ്ങൾ, പടിഞ്ഞാറൻ തീരസമുദ്രം, കിഴക്കൻ തീരസമുദ്രങ്ങൾ എന്നിങ്ങനെ രണ്ടായിട്ട് തിരിക്കുന്നു. ഈ പറഞ്ഞ തീരസമുദ്രങ്ങളുടെ സവിശേഷതകളാണ്, ഭൂസവിശേഷതകളാണ് നമ്മൾ ചർച്ച ചെയ്ത് അല്ലെങ്കിൽ പഠിച്ചത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്നാണ് കരുതുന്നത്. അപ്പോൾ പഠിക്കുക. 2026 ഒരുപാട് എക്സാംസ് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ കറക്റ്റായിട്ടും കൃത്യമായിട്ടും ഒരു സിലബസ് വെച്ച്, ടൈം ടേബിൾ വെച്ച് വൃത്തിയായിട്ടും കൃത്യമായിട്ടും പഠിച്ച് തന്നെ പോവുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് വീണ്ടും ഹെൽപ്ഫുൾ ആയി എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള ഈ പറഞ്ഞ ദ്വീപുകൾ, ഈ പറഞ്ഞ തീരദേശം അല്ലെങ്കിൽ തീരഭൂരൂപങ്ങൾ, ദ്വീപുകൾ, ഇവിടുത്തെ കാലാവസ്ഥ, മറ്റ് സവിശേഷതകളായിട്ട് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അപ്പോൾ താങ്ക് യു.